ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ഡേ ഇൻ മൈ സൈഫാണ്. സോ ഇപ്പോൾ മണി 5:20 ഞാനിപ്പോൾ അതേ മേല് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുടി നന്നായിട്ട് ഉയരത്തിൽ കെട്ടി വയ്ക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ ഇവിടെ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കണം, കാരണം കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ട എന്നെ ചീത്ത വിളിച്ച് കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. സോ ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, കാരണം എനിക്കൊട്ടും വയ്യ. ഇപ്പോൾ നാളെയാണെങ്കിൽ ദീപാവലിയാണ്. ഞാൻ ദീപാവലി കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മേല് കഴുകി വന്നു. ഇനി കുറച്ച് മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് എന്ന് വെച്ചാൽ പൗഡർ ഇടുക, മുടി കെട്ടുക, അത്ര മാത്രമേ എൻ്റെ മേക്കപ്പ് ഉള്ളൂ. അത്രയും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രോയിങ്ങിലേക്ക് കറക്കും. ഞാൻ നേരത്തെ ഡ്രോയിങ് ചെയ്ത് വെച്ച ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ ഉള്ളത് ഞാൻ ചെയ്യുമായിരുന്നു. ഇത് ഞാൻ നേരത്തെ അടിച്ച് കൊളാക്കി വെച്ചിരുന്നതാണ് ആ മുകളിലിരിക്കുന്നത്. ഇപ്പം നേരെ ചെയ്ത് വന്നതാണ്. ഞാൻ എൻ്റെ താഴത്തുള്ള ഡ്രോയിങ്ങാണ് ഇപ്പം ചെയ്യുന്നത്. സോ അത് ഞാൻ കുറച്ച് ഫാസ്റ്ററാക്കി കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലാഗ് അടിക്കും. സോ നിങ്ങൾ ഫാസ്റ്ററായി കാണുക. അപ്പോൾ ഞാൻ ഒരു 2x ഇട്ടൊക്കെയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. ഞാൻ പറഞ്ഞതുപോലെ ദീപാവലി കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരിക. ദീപാവലിയുടെ അന്നല്ല, ദീപാവലിയുടെ തലേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസത്തതും ദീപാവലിയുടെ അന്നും പിറ്റേ ദിവസത്തില്ല, ദീപാവലിയുടെ അന്നത്തെ ഒരു വീഡിയോസ് ഞാൻ കുറച്ചേ ഉള്ളൂ. ഉള്ള പടക്കം ഫുള്ള് ദീപാവലിയുടെ തലേന്ന് ഞാൻ വെച്ച് തീർത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഡ്രോയിങ് എടുത്തു. ആ ഡ്രോയിങ്ങാണിത്. ഇത് ഞാൻ എന്തൊക്കെയോ പറയാം, ഫോൺ അപ്ഡേറ്റ് ആയി അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഞാൻ നടക്കാൻ പോകണേ. എനിക്ക് വയ്യ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ദീപാവലി ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആവുകയുണ്ടോ. മൂക്കൂത്തിക്ക് വെച്ച് ആൾ റെഡി ആവാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. ഞാനാ ആസനം വെച്ച് കൊടുത്തത്. ഓക്കെ, അതെ, അവൾ അങ്ങനെ വെച്ചു. ഈ ഫുള്ള് അമുക്കുന്നതേ ഉള്ളൂ, ഞാൻ മാത്രം വെച്ചു കൊടുത്തു. അവിടെ മുടി ഈ ഫ്ലാഷ് ലൈറ്റിൽ കാണാൻ എന്ത് രസമാണ്. ഈ നമ്മുടെ സാധാരണ ഈ വെഡ്ഡിങ്ങിനൊക്കെ വയ്ക്കത്തില്ലേ, കല്യാണത്തെ നല്ല കേൾസായി കിടക്കുന്നുണ്ട്. ഓയിലുമാണ്, നല്ല രസമാണ് അവളുടെ ഹെയർ കാണാൻ. അങ്ങനെ ഇവിടെ റെഡിയായി പട്ടുപാട് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ ഞാൻ അവൾ അടി കൂടിയിട്ട് ഞാൻ അവളെ പുറകെ പോകണമെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് സ്ലോ ആയിട്ട് കണ്ടാൽ അതിൻ്റെ ആക്ഷൻസ് മനസ്സിലാവും. അങ്ങനെ പണ്ടത്തെ ഒരു ദീപാവലിൻ്റെ ഷൂട്ടാണ്. അതിൻ്റെ അറ്റത്തൊരു കുട്ടി നിൽക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കം എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ മുകളിലോട്ട് പോയി പൊട്ടാണ്. ടും എന്ന് പൊട്ടുന്ന ദീപാവലിയുടെ മെയിൻ സംഭവം. അതാണ് ഏത് വീഡിയോ കാണുന്ന ഒരു മെയിൻ സംഭവം. അതാണ് ഈ സംഭവം. ഇത് എല്ലാ വീഡിയോയും അവൈലബിളാണ്. ഇപ്പോഴും ആൾക്കാരൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇന്ന് ദീപാവലി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ. ഇപ്പോഴും എന്നാലും ചിലവരൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇനി ഒരാഴ്ച ഫുള്ള് ദീപാവലിയുടെ ആഘോഷം തന്നെ. അങ്ങനെ കുറേ എണ്ണം എടുത്ത് അവസാനത്തെ ഒരെണ്ണം എൻ്റെ പൊന്നെ, അത് ഇവിടെ നിന്ന് തന്നെ പൊട്ടി. ഇത് കണ്ടോ, ആ വീഡിയോയിൽ തെളിവുണ്ട്. ഓക്കെ, അടുത്തതും പൊട്ടി. ഇപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല പൊട്ടിയായിരുന്നു. ഓരോ പടക്കത്തിൻ്റെയും ഇടയ്ക്ക് എൻ്റെയും പറഞ്ഞ ചില പടക്കമുണ്ട് കയ്യോ അങ്ങനെയുള്ള വീഡിയോകൾ. അങ്ങനെ ഞാൻ എൻ്റെ മുഖം സൂമാക്കി വെച്ച്, കാരണം എൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ തലയിറങ്ങി വീടും, കാരണം അങ്ങനത്തെ അമ്മാതിരി എക്സ്പ്രഷനാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കമ്പിത്തിരി കത്തിച്ചു. ഞാനല്ല, എൻ്റെ കുഞ്ഞമ്മ അവൾക്ക് കൊടുക്കാൻ വേണ്ടി കമ്പിത്തിരി കത്തിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു മിനിക്ക് സംഭവം, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഒരു മിനിക്ക് സംഭവം, പൂക്കുറ്റിയുടെ വേറൊരു മിനിക്ക് സംഭവം. അതാണ് ഈ ഒരു സൗണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കണേ, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മറന്നുപോയി. അപ്പം ഞാൻ പാറും ഞാനും കൂടെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്തു. ഫോട്ടോഷൂട്ട് മീൻസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ എൻ്റെ കാലിൽ എന്തോ കയറി കൊണ്ടു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. പിന്നെ അടുത്തത് നമ്മുടെ ഇതെന്താ, ഇത് മറ്റു സാധനം മിനിക്ക് തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂക്കൂറ്റി വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതെന്താ കാണിച്ചേ, പിന്നെ ഇത് പൂക്കൂറ്റിയാണ്. പൂക്കൂറ്റി വെക്കാൻ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തേണ്ടി വന്നു. ഇത് മറ്റേത് തന്നെ കേട്ടോ, പൂക്കൂറ്റിയല്ല. പൂക്കൂറ്റി വയ്ക്കാനാണ്. ഇത് ഫുള്ള് കളർഫുള്ളാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പർപ്പിൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതും മിനിമിനിക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കളർ മാറുന്നതാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാർക്ക് ചെയ്ത് പോകും, ഡാർക്ക് ചെയ്ത് പർപ്പിൾ തോന്നും, അങ്ങനെ ആയിരിക്കും. ഈ കമ്പിത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷേ പേടിയാണ്, കൈ തെറിക്കുമോ അങ്ങനെ ഒരു പേടിയുണ്ട്.
എൻ്റെ വായിന്നൊക്കെ വെള്ളം വരുന്നു. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ ഫേവറേറ്റ് പൂക്കൂറ്റിയെ അങ്ങ് വെച്ചു. എനിക്ക് പൂക്കൂറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ഞാൻ എന്ത് ചെയ്യാൻ. അങ്ങനെ ഞാൻ പാറു അടുത്ത വെക്കാൻ പോകാൻ പാറു വെച്ചെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞതേ അവൾ കമ്പിത്തിരി എടുത്തിട്ടാണ് കളിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംഭവങ്ങൾ. അങ്ങനെ അവൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ പാവാടയൊക്കെ ഊരിക്കളഞ്ഞ് വേറെ ഏതൊക്കെയോ പാവാട എടുത്തിട്ടേക്കണം കേട്ടോ അവൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് എന്തിനാണ് ഞാൻ ഓടിയത്, എന്തിനായിരുന്നെങ്കിലും ഞാൻ പിന്നെ ഇത് എടുക്കാൻ വന്നപ്പോഴത്തേക്കും അത് നിന്നുപോയി. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അടുത്തതിൽ ഞാൻ നന്നായിട്ട് എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുറേ നിങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ അടുത്ത കമ്പത്തിരി ആയപ്പോഴത്തേക്കും എടുക്കാൻ നോക്കിയപ്പോൾ അത് പകുതിക്ക് വെച്ച് നിന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കാൻ നോക്കിയപ്പോഴും അവിടെ നിന്നുപോയി. ഞാൻ എന്ത് ചെയ്യാനാ, അത് അടുത്ത പൂക്കുറ്റിയിലേക്ക് കാണാം. ഈ പൂക്കുറ്റി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഭംഗിയിൽ വന്നു. അത് തറച്ചക്രമാണ് കേട്ടോ. എന്ത് സംഭവം ഒന്നും കണക്കായില്ല. അവസാനം 2 എന്തോ ഒത്തു വന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഞാൻ ആദ്യം വീഡിയോ എടുത്തതുമില്ല, വീഡിയോ ഓഫായിരുന്നു. പിന്നെ ഞാനങ്ങ് എടുത്തു. അങ്ങനെ ഇതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാറായി. പെട്ടെന്നല്ല കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ലോങ് വീഡിയോ ആയിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊരു വീഡിയോ ആയിട്ടാണ്, ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇറക്കായിരുന്നത്. ബട്ട് വീഡിയോ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ. അടുത്ത ദീപാവലിയുടെ സ്പെഷ്യൽ കമ്മിങ് സൂൺ ആയിരിക്കും. ചിലപ്പോൾ ഇന്നോ നാളെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദീപാവലിയുടേത് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അന്ന് പ്രത്യേകിച്ച് ഞാൻ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല, എന്നാലും പൊട്ടിച്ച അത്രയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ഇത് വേറെ ദിവസം എടുത്ത വീഡിയോ ആണ്, അതായത് ഞാൻ എഡിറ്റ് ചെയ്യണ വീഡിയോ. ബൈ.